കാപ്പ കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന BJP തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതന് ഇടക്കാല ജാമ്യം അനുവദിച്ച കോടതി. ചട്ടപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായിട്ടാണ് നെടുമങ്ങാട് കോടതി ജാമ്യം അനുവദിച്ചത്. നിയമപ്രകാരമുള്ള ഇളവ് കൂടി ലഭിച്ചാൽ മാത്രമേ സുഗതന് ജയിൽ മോചിതനാകാൻ കഴിയൂ. കാപ്പ കേസിൽ ഉൾപ്പെട്ട വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ ആർ സുഗതനാണ് നെടുമങ്ങാട് കോടതി ചട്ടപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ഈ മാസം 13-ന് വൈകിട്ട് 5 മുതൽ 14-ന് രാത്രി 9 മണി വരെയാണ് ജാമ്യം. മാർച്ചിൽ വട്ടിയൂർക്കാവ് വള്ളക്കടവ് ജംഗ്ഷനിൽ വെച്ച് അരുവിപ്പുറം കുളുമല സ്വദേശി പ്രശാന്തിനെ മർദ്ദിച്ച കേസിലും കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ ആക്രമിച്ച കേസിലുമാണ് സുഗതന് കോടതി ജാമ്യം അനുവദിച്ചത്. ഈ 2 കേസുകളിൽ ജാമ്യം ലഭിച്ചാൽ മാത്രമേ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുകയുള്ളൂവെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിക്കുകയായിരുന്നു. കാപ്പ പ്രകാരം ജയിലിൽ കഴിയുന്നതിനാൽ ആ വകുപ്പ് പ്രകാരമുള്ള ഇളവ് കൂടി ലഭിച്ചാൽ മാത്രമേ സുഗതന് പുറത്തിറങ്ങാനാകൂ. കാപ്പ കേസിന് കാരണമായ കേസുകളിലാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇനി കാപ്പയിൽ ഇളവ് ലഭിക്കാൻ സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കും. 101 അംഗ കോർപ്പറേഷനിൽ ഭരണം നടത്തുന്ന BJPക്ക് സുഗതൻ ഉൾപ്പെടെ 50 അംഗങ്ങളാണ് ഉള്ളത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ ഭരണം നടത്തുന്ന BJPക്ക് സുഗതന്റെ കൗൺസിലർ സ്ഥാനം നിർണായകമാണ്. അടുത്ത കൗൺസിലിൽ കൂടി പങ്കെടുക്കാതിരുന്നാൽ സുഗതന്റെ അംഗത്വത്തിന് ഇത് വെല്ലുവിളിയാകും. നിലവിൽ സുഗതന്റെ 6 മാസ കാപ്പ തടവ് കാപ്പ ഉപദേശക സമിതി ശരിവെച്ചിരുന്നു. വീണ്ടും കൗൺസിലിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് സുഗതൻ നേടണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.